Welcome to a supplementary video by the English Edu Spot to the 10th Standard English class Part 21 by Victors. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 21 ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് എഡ്യു സ്പോട്ട് ഒരുക്കുന്ന ഒരു സപ്ലിമെന്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Let's explain some questions and answers first from the lesson My Sister's Shoes. Question 1. Where does the third scene take place? മൂന്നാമത്തെ രംഗം എവിടെയാണ് അരങ്ങേറുന്നത്? Answer. The third scene takes place at the footpaths outside the bakery. ബേക്കറിക്ക് പുറത്തുള്ള നടപ്പാതയിൽ ഫുട്പാത്സ് അഥവാ പേവ്മെന്റ് അവിടെയാണ് മൂന്നാം സീൻ അരങ്ങേറുന്നത്. Question 2. What can we see at the footpaths? ആ ഫുട്പാത്തിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച? Answer. We can see a small group of people waiting in a queue to buy naan. നാൻ റൊട്ടികൾ വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. Question 3. What does Ali have in his hands? അലിയുടെ കൈകളിൽ എന്തൊക്കെയാണ് ഉള്ളത്? Answer. Ali has a parcel of naan in his right hand. അലിയുടെ വലത് കൈയിൽ നാൻ റൊട്ടികൾ നിറച്ച പാർസലുണ്ട്. ആൻഡ് പാർസൽ ഓഫ് ഷൂസ് ഇൻ ഹിസ് ലെഫ്റ്റ് ഹാൻഡ്. അവൻ്റെ ഇടത്ത് കൈയിൽ ഷൂസ് അടങ്ങിയ ഒരു ബാഗ് അഥവാ ഒരു പാർസലുമുണ്ട്. Question 4. Where did Ali go crossing the pavement or footpath? ആ പേവ്മെന്റ് നടപ്പാത ക്രോസ് ചെയ്ത് അലി എങ്ങോട്ടാണ് പോയത്? Answer. Crossing the pavement, Ali walked into a vegetable store. അലി ഒരു വെജിറ്റബിൾ സ്റ്റോറിലേക്കാണ് പോയത്. Question 5. Where does Ali place his parcels? തൻ്റെ കൈവശമുണ്ടായിരുന്ന പാർസൽസ് പൊതികൾ എവിടെയാണ് അവൻ വെക്കുന്നത്? Answer. Ali places the parcel of naan on top of a pile of vegetable boxes in front of the shop. ആ വെജിറ്റബിൾ ഷോപ്പിന് മുമ്പിലുണ്ടായിരുന്ന ഒരു കൂട്ടം വെജിറ്റബിൾ പെട്ടികൾക്ക് മുകളിലാണ് നാൻ അടങ്ങുന്ന പാർസൽ അവൻ വെക്കുന്നത്. ആൻഡ് ദ പാർസൽ ഓഫ് ഷൂസ് ഇൻ എ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ബോക്സസ്. രണ്ട് വെജിറ്റബിൾ ബോക്സുകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പിലാണ് ഷൂസ് അടങ്ങുന്ന പാർസൽ അവൻ വെക്കുന്നത്. Question 6. Who was the owner of the vegetable store? ആ വെജിറ്റബിൾ കടയുടെ ഓണർ ആരായിരുന്നു? Answer. The owner of the vegetable store was Akbar. അക്ബർ എന്നു പേരുള്ള ഒരു വ്യക്തിയായിരുന്നു അതിൻ്റെ ഓണർ. Question 7. What does Ali ask the shopkeeper? ഷോപ്പ് കീപ്പറോട് അലി എന്താണ് ആവശ്യപ്പെടുന്നത്? Answer. Ali asked the shopkeeper for some potatoes. കുറച്ച് പൊട്ടാറ്റോസ് ഉരുളക്കിഴങ്ങുകളാണ് ഷോപ്പ് കീപ്പറോട് അലി ആവശ്യപ്പെടുന്നത്. Question 8. What happens outside the shop while Ali is collecting potatoes? അലി പൊട്ടാറ്റോസ് കളക്ട് ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കടയുടെ പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? Answer. A junk collector comes and takes away Ali's parcel of shoes, thinking it is junk. അവിടെ ഒരു ജങ്ക് കളക്ടർ, വേസ്റ്റുകൾ ശേഖരിക്കുന്ന ആൾ വന്ന് അലിയുടെ ഷൂസ് അടങ്ങിയിരിക്കുന്ന ആ ബാഗ് പാർസൽ ജങ്ക് ആണെന്ന് കരുതി എടുത്തുകൊണ്ട് പോകുന്നു. Question 9. How do the vegetable boxes tumble and the vegetable scatter on the ground? വെജിറ്റബിൾ ബോക്സുകൾ തറയിൽ വീണ് അവിടെയാകെ വെജിറ്റബിൾസ് പരക്കുന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത്? Answer. After collecting potatoes, Ali comes out and searches for the parcel of shoes underneath the boxes and in the gap between them. പൊട്ടാറ്റോസ് എല്ലാം ശേഖരിച്ച് അലി കടയിൽ നിന്ന് പുറത്തേക്ക് വന്ന് തൻ്റെ പാർസൽസ് തിരയുന്നു. ഷൂസ് അടങ്ങുന്ന ആ ബാഗ് അവിടെയെങ്ങും കണ്ടെത്താൻ കഴിയുന്നില്ല. ആ തെരച്ചിലിനടിയിൽ വെജിറ്റബിൾ പെട്ടികൾക്കടിയിലും അവയ്ക്കിടയിലുമെല്ലാം അവൻ തിരയുന്നു. His search upsets the boxes and they tumble down and the vegetables scatter on the ground. അവൻ്റെ ആ തെരച്ചിൽ കാരണം പെട്ടികളെല്ലാം തലകീഴായി വീണ്
വെജിറ്റബിൾസ് തറയിൽ പരക്കുന്നു. Now prepare a character sketch of Akbar, the shopkeeper. വെജിറ്റബിൾ ഷോപ്പ് ഉടമ അക്ബറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ ആ ക്യാരക്ടർ സ്കെച്ച് പാരഗ്രാഫിന് ടൈറ്റിലായി അതേ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ നൽകാം. അതോടൊപ്പം കഥയും കഥാപാത്രവും തമ്മിലുള്ള ബന്ധം, കഥാപാത്രത്തിൻ്റെ ശാരീരിക മാനസിക പ്രത്യേകതകൾ, കഥയിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം, ഇത്തരം കാര്യങ്ങളൊക്കെ സ്കെച്ചിൽ ഉൾപ്പെടുത്തണം. ഇവിടെ അക്ബർ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു മോഡൽ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Akbar, the shopkeeper. Akbar is one of the tertiary characters in the screenplay My Sister's Shoes by Majid Majidi. മാജിദ് മജീദിയുടെ മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന ഈ സ്ക്രീൻ പ്ലേയിലെ ഒരു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അക്ബർ. ടേർഷ്യറി എന്ന് പറഞ്ഞാൽ വിത്ത് എ തേർഡ് ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്, കഥാപാത്രങ്ങളുടെ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ ഒരു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രം. അതായത് അക്ബർ ഈ കഥയിലെ പ്രധാന കഥാപാത്രമല്ല, കഥയിലെ പ്രൊട്ടാഗണിസ്റ്റ്, മെയിൻ കഥാപാത്രത്തിൻ്റെ സപ്പോർട്ടിംഗ് കഥാപാത്രവുമല്ല. ഇദ്ദേഹം ഇടയ്ക്ക് മാത്രം വരുന്ന ഒരു കഥാപാത്രമാണ്. എ ടേർഷ്യറി ക്യാരക്ടർ എന്ന് പറയാം. ഹി ഈസ് ദി ഓണർ ഓഫ് എ വെജിറ്റബിൾ സ്റ്റോർ ആൻഡ് അപ്പിയേഴ്സ് ടു ബി എ ബിറ്റ് റഫ് ആൻഡ് റൂഡ്. ഇദ്ദേഹം ഒരു വെജിറ്റബിൾ സ്റ്റോറിൻ്റെ ഉടമയാണ്. അല്പം പരുക്കനായി കാണപ്പെടുന്നു. റഫ് ആൻഡ് റൂഡ്. It is important that Akbar and his shop prepare the setting for a major turning point in the story. എന്നാൽ ഈ കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരിവിന് പശ്ചാത്തലമൊരുക്കുന്നത് അക്ബറും അദ്ദേഹത്തിൻ്റെ ആ ഷോപ്പുമാണ്. He is not a man with much sympathy towards the poor. പാവങ്ങളോടൊന്നും അത്രമാത്രം സിമ്പതി കാണിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല അദ്ദേഹം. He roughly tells Ali to remind his mother that their account limit is over. അക്ബർ വളരെ പരുക്കൻ ശബ്ദത്തിൽ അലിയോട് ആവശ്യപ്പെടുന്നത് അലി തൻ്റെ അമ്മയെ ഓർമ്മിപ്പിക്കണം, അവരുടെ അക്കൗണ്ട് ലിമിറ്റ് ഓവറായിരിക്കുന്നു, അത് കടന്നിരിക്കുന്നു. And they won't get any more vegetables unless they pay a portion of the debt. അവർ അവരുടെ കടത്തിലേക്ക് കുറച്ച് പണം നൽകിയില്ല എങ്കിൽ ഇനിമേൽ വെജിറ്റബിൾ നൽകില്ല എന്നും അമ്മയെ അറിയിക്കാൻ, അമ്മയെ ഓർമ്മപ്പെടുത്താൻ അക്ബർ വളരെ റഫായിട്ട് പരുക്കൻ ശബ്ദത്തിലാണ് ആവശ്യപ്പെടുന്നത്. He prevents Ali from collecting the wholesome potatoes and orders him to collect small ones. വലിയ മുഴുത്ത പൊട്ടാറ്റോസ് കളക്ട് ചെയ്യുന്നതിൽ നിന്ന് അക്ബർ അലിയെ തടയുന്നു. അവനോട് കൽപ്പിക്കുന്നത് ചെറിയ പൊട്ടാറ്റോസ് കളക്ട് ചെയ്യാനാണ്. The reason is that Ali will not pay immediately. ഇതിനുള്ള കാരണം അലി പൊട്ടാറ്റോസ് കളക്ട് ചെയ്ത് അതിന് ഉടൻ പണം നൽകില്ല എന്നതാണ്. This reveals Akbar's discriminating nature. ഈ സംഭവം അക്ബറിൻ്റെ വിവേചനം നിറഞ്ഞ ഒരു പെരുമാറ്റത്തെയാണ് കാണിക്കുന്നത്. ഉടൻ പണം നൽകുന്നവർക്ക് നല്ല ഹോൾസം പൊട്ടാറ്റോസ്, വലുപ്പവും നല്ല ഗുണവുമുള്ള പൊട്ടാറ്റോസ് നൽകുക, കടം വാങ്ങുന്നവർക്ക് ചെറിയ മോശമായ പൊട്ടാറ്റോസ് നൽകുക എന്നുള്ള ആ വിവേചന മനസ്ഥിതിയാണ് ഇത് കാണിക്കുന്നത്. When Ali accidentally knocked down the vegetable boxes and the vegetables were scattered on the floor, Akbar could not forgive the mistake of that little boy. അബദ്ധവശാൽ വെജിറ്റബിൾ ബോക്സുകൾ തട്ടിമറിച്ച് വെജിറ്റബിൾസ് എല്ലാം തറയിൽ വീണുപോയ ആ കുറ്റത്തിന് ആ കൊച്ചുകുട്ടിയോട് ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അക്ബർ കാണിക്കുന്നില്ല. ഇൻസ്റ്റഡ് he chased away Ali threatening. അതിനു പകരം ആ കൊച്ചുകുട്ടിയെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഓടിച്ചു കളയുകയായിരുന്നു അക്ബർ ചെയ്തത്. This shows that Akbar is a man with no kindness and patience at all. ഈ സംഭവം കാണിക്കുന്നത് അക്ബർ മനസ്സിൽ ദയയും ക്ഷമയും തീരെ ഇല്ലാത്ത ഒരു വ്യക്തി ആകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി. അറേഞ്ച് ദി ഈവൻറ്റ്സ് ഗിവൺ ബിലോ ഇൻ ദ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. ഇവിടെ
ഏതാനും സെൻറ്റൻസുകൾ നൽകിയിരിക്കുന്നു. അതിലെല്ലാം തന്നെ ഓരോ ഇവൻറ്റുകളും ഓരോ സംഭവങ്ങളും വിശദീകരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഒരു കൃത്യമായ ഓർഡറിലല്ല. ആ സെൻറ്റൻസുകൾ വായിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളെ കൃത്യമായ ഒരു ഓർഡറിലേക്ക്, സീക്വൻഷ്യൽ ഓർഡർ, അത് സംഭവിക്കുന്ന ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ആദ്യ സെൻറ്റൻസ്, അലി സെർച്ചസ് ഫോർ ദ ഷൂസ് ആൻഡ് ദ വെജിറ്റബിൾസ് സ്കാറ്റർ ഓൺ ദ ഗ്രൗണ്ട്. അലി ആ ഷൂസ് തിരയുന്നു, വെജിറ്റബിൾസ് എല്ലാം തന്നെ തറയിൽ പരക്കുന്നു. അലി കളക്ട്സ് പൊട്ടാറ്റോസ്. അലി പൊട്ടാറ്റോ ശേഖരിക്കുന്നു. ദ ജങ്ക് കളക്ടർ കളക്ട്സ് വേസ്റ്റ്. ജങ്ക് കളക്ടർ വന്ന് അവിടെ നിന്ന് വേസ്റ്റുകൾ ശേഖരിക്കുന്നു. അലി എൻറ്റേഴ്സ് എ വെജിറ്റബിൾ സ്റ്റോർ. അലി ഒരു വെജിറ്റബിൾ സ്റ്റോറിലേക്ക് പ്രവേശിക്കുന്നു. ഹി ആക്സിഡൻ്റലി കളക്ട്സ് അലീസ് പാർസൽ ഓഫ് ഷൂസ്. ആ വ്യക്തി അലിയുടെ പാർസൽ ഓഫ് ഷൂസ് അടങ്ങുന്ന ആ ബാഗ് അബദ്ധവശാൽ എടുത്തുകൊണ്ട് പോകുന്നു. അക്ബർ ഗെറ്റ്സ് annoyed ആൻഡ് ഷൗട്ട്സ് അറ്റ് അലി. അക്ബറിന് ദേഷ്യം വരുന്നു. അലിയുടെ നേരെ അദ്ദേഹം ഷൗട്ട് ചെയ്യുന്നു, ഒച്ചവെച്ച് പേടിപ്പിക്കുന്നു. ഈ സംഭവങ്ങൾ കൃത്യമായ ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യുക. അതിവിടെ ചെയ്ത് നൽകിയിട്ടുണ്ട്. ആദ്യം സംഭവിക്കുന്നത് അലി എൻറ്റേഴ്സ് എ വെജിറ്റബിൾ സ്റ്റോർ. ശേഷം അലി കളക്ട്സ് പൊട്ടാറ്റോസ്. ആ സന്ദർഭത്തിലാണ് ദ ജങ്ക് കളക്ടർ കളക്ട്സ് വേസ്റ്റ്. ഹി ആക്സിഡൻ്റലി കളക്ട്സ് അലീസ് പാർസൽ ഓഫ് ഷൂസ്. അലി സെർച്ചസ് ഫോർ ദ ഷൂസ് ആൻഡ് ദ വെജിറ്റബിൾസ് സ്കാറ്റർ ഓൺ ദ ഗ്രൗണ്ട്. Finally, Akbar gets annoyed and shouts at Ali. Now, an important question. Which of the events is crucial in bringing about a twist in the narrative? ഈ കഥയുടെ ഗതി മാറ്റുന്ന ഒരു സംഭവം ഈ വിശദീകരിച്ചതിൽ ഏതാണ്? Answer. The junk collector accidentally takes away Ali's parcel of shoes. അലിയുടെ ഷൂസ് അടങ്ങുന്ന ആ പാർസൽ ജങ്ക് കളക്ടർ അബദ്ധവശാൽ ശേഖരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നു. ഇറ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ സ്റ്റോറി. ഈ കഥയിൽ ഒരു വഴിത്തിരിവായി മാറുന്നത് ആ സംഭവമാണ്. Now, write a paragraph about the event of Ali losing his sister's shoes, which create a twist in the story. അലിക്ക് തൻ്റെ സഹോദരിയുടെ ഷൂസ് നഷ്ടമാകുന്നു. ആ സംഭവം ഈ കഥയുടെ ഗതിയെ മാറ്റിമറിക്കുന്ന ഒന്നായി തീരുന്നു. അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പാരഗ്രാഫ് എഴുതുമ്പോൾ അതിലെ സംഭവങ്ങൾ കൃത്യമായ ഓർഡറിൽ ക്രമീകരിക്കുക. പാരഗ്രാഫിന് ഒരു ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടായിരിക്കണം, പ്രധാന ആശയം വ്യക്തമാക്കുന്ന ഒരു സെൻറ്റൻസ്. മിക്കപ്പോഴും അത്തരം സെൻറ്റൻസുകൾ തുടക്കത്തിൽ തന്നെയാണ് ചേർക്കുന്നത്. തുടർന്ന് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സപ്പോർട്ടിംഗ് സെൻറ്റൻസുകളായി കൃത്യമായ ഓർഡറിൽ അവതരിപ്പിക്കുക. നമുക്കിവിടെ ഒരു മോഡൽ പാരഗ്രാഫ് ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. അലി ലൂസസ് ഹിസ് സിസ്റ്റേഴ്സ് ഷൂസ് ഇൻ എ വെജിറ്റബിൾ സ്റ്റോർ. ഒരു വെജിറ്റബിൾ ഷോപ്പിൽ അലിക്ക് തൻ്റെ സഹോദരിയുടെ ഷൂസ് നഷ്ടമാകുന്നു. വിച്ച് ബിക്കംസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ദ നെറേറ്റീവ് ഓഫ് ദ സ്ക്രീൻ പ്ലേ മൈ സിസ്റ്റേഴ്സ് ഷൂസ്. മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന ഈ സ്ക്രീൻ പ്ലേയുടെ കഥയുടെ ഗതി ആ സംഭവം മാറ്റിമറിക്കുന്നു. ആഫ്റ്റർ ഗെറ്റിംഗ് ഹിസ് സിസ്റ്റേഴ്സ് ഷൂസ് റിപ്പയർഡ് ഫ്രം എ കോബ്ലർ, he goes to a bakery to buy some naan. ഒരു കോബ്ലർ ഷോപ്പിൽ നിന്ന്, ഒരു ചെരുപ്പുകുത്തിയുടെ കടയിൽ നിന്ന് തൻ്റെ സഹോദരിയുടെ ഷൂസ് റിപ്പയർ ചെയ്തതിന് ശേഷം അത് വാങ്ങി അലി അടുത്തുണ്ടായിരുന്ന ഒരു ബേക്കറിയിലേക്ക് നാൻ റൊട്ടികൾ വാങ്ങാൻ പോകുന്നു. Then he goes to a vegetable store to buy some potatoes. അത് കഴിഞ്ഞ് കുറച്ച് പൊട്ടാറ്റോസ് വാങ്ങുന്നതിന് വേണ്ടി മറ്റൊരു വെജിറ്റബിൾ സ്റ്റോറിലേക്കും പോകുന്നു. He keeps the parcel of naan on top of vegetable boxes kept outside the shop. വെജിറ്റബിൾ കടയ്ക്ക് മുമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന വെജിറ്റബിൾ ബോക്സുകൾക്ക് മുകളിലാണ് നാൻ റൊട്ടി അടങ്ങുന്ന ഭാണ്ഡം അവൻ വെക്കുന്നത്. And the bag of shoes in a gap between two boxes. അതുപോലെ തന്നെ ഷൂസ് അടങ്ങുന്ന ബാഗ് രണ്ട് പെട്ടികൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പിലുമാണ് അവൻ വെക്കുന്നത്. He enters the shop and starts collecting potatoes. അതിനുശേഷം അവൻ കടയിൽ കയറി പൊട്ടാറ്റോസ് ശേഖരിക്കാൻ തുടങ്ങുന്നു.
Meanwhile, a junk collector comes and takes away the bag of shoes. ഇതിനിടക്കാണ് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു ജങ്ക് കളക്ടർ വന്ന് അലിയുടെ ആ ഷൂസ് അടങ്ങുന്ന ബാഗ് അദ്ദേഹം എടുത്തുകൊണ്ട് പോകുന്നു, തിങ്കിങ് ഇറ്റ് ഈസ് ജങ്ക്, അതും വേസ്റ്റ് ആണെന്ന് കരുതിക്കൊണ്ട്. When Ali comes out, he cannot see the bag of shoes anywhere. അലി കടയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഷൂസ് അടങ്ങുന്ന ബാഗ് അവിടെ എവിടെയും കാണാൻ കഴിയുന്നില്ല. He frantically searched for it everywhere, including between the boxes. ഷൂസ് കാണാതായി ആകെ വിറളി പൂണ്ട അലി അവിടെയെല്ലാം പെട്ടികൾക്കിടയിലെല്ലാം തിരയുന്നു. In the attempts, the vegetable boxes tumble down and the vegetables scatter on the ground. ആ ശ്രമത്തിനിടക്ക് വെജിറ്റബിൾ ബോക്സ് എല്ലാം തന്നെ തറയിൽ വീണ് തറയിലാകെ വെജിറ്റബിൾ ചിതറി തെറിക്കുന്നു. The shopkeeper Akbar gets annoyed and chases Ali away from there, severely scolding and threatening. ഇതെല്ലാം കണ്ട് ഷോപ്പ് ഉടമ അക്ബർ ആകെ ദേഷ്യം പിടിച്ച് അലിയെ ചീത്ത പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കുന്നു. Poor little Ali becomes sad and depressed. പാവം കൊച്ചു അലി മാനസികമായി വളരെയധികം ദുഃഖിതനും നിരാശനുമാകുന്നു. How he and his sister managed to handle this incident at home without provoking their parents is really the touching part of the story. ഈ സംഭവം അലിയും തൻ്റെ സഹോദരിയും വീട്ടിൽ രക്ഷിതാക്കളെ അറിയിക്കാതെ അവരെ പ്രകോപിതരാക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ഹൃദയസ്പർശിയായ ഭാഗം. Now prepare a flow chart of the events in scenes 1, 2 and 3. ഈ സ്ക്രീൻ പ്ലേയിലെ ആദ്യ 3 സീനുകളിലെ പ്രധാന ഈവൻറ്റ്സ്, സംഭവങ്ങളെ ഒരു ഫ്ലോ ചാർട്ടിലൂടെ അവതരിപ്പിക്കുക. അതായത് പ്രധാന സംഭവങ്ങൾ മാത്രം ആദ്യം എന്ത് സംഭവിക്കുന്നു, പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന കൃത്യമായ ഓർഡറിൽ പോയിന്റുകളായിട്ട് അവതരിപ്പിക്കുക. ആദ്യം, അലി ഈസ് ഇൻ എ കോബ്ലേഴ്സ് ഷോപ്പ് ടു ഗെറ്റ് ഹിസ് സിസ്റ്റേഴ്സ് ഷൂസ് റിപ്പയർഡ്. തൻ്റെ സഹോദരിയുടെ ഷൂസ് റിപ്പയർ ചെയ്ത് ലഭിക്കാൻ അലി ഒരു കോബ്ലർ ഷോപ്പിൽ എത്തുന്നു. നെക്സ്റ്റ്, അലി കംസ് ഔട്ട് വിത്ത് ദ ഷൂസ് ആൻഡ് ഗോസ് ടു എ ബേക്കറി. ഷൂസ് വാങ്ങി പുറത്തേക്ക് വന്ന് ഒരു ബേക്കറിയിലേക്ക് പോകുന്നു. അലി പിക്സ് അപ്പ് ദ ബേക്ക്ഡ് നാൻ ആൻഡ് സ്റ്റാക്സ് ദം ഓൺ എ ക്ലോത്ത്. ബേക്കറിയിൽ ചുട്ടെടുത്ത നാൻ റൊട്ടികൾ ശേഖരിച്ച് ഒരു തുണിക്കഷ്ണത്തിൽ സ്റ്റാക്ക് ചെയ്യുന്നു, ക്രമമായി അട്ടിവെക്കുന്നു. അലി കീപ്സ് ഹിസ് ബാഗ് ഓഫ് ഷൂസ് ആൻഡ് ബണ്ടിൽ ഓഫ് നാൻ ഔട്ട്സൈഡ് എ വെജിറ്റബിൾ ഷോപ്പ്. പിന്നീട് ഒരു വെജിറ്റബിൾ ഷോപ്പിൻ്റെ പുറത്ത് പെട്ടികൾക്ക് മുകളിലായിട്ട് നാൻ അടങ്ങുന്ന ഭാണ്ഡവും ഷൂസ് അടങ്ങുന്ന ബാഗും അവൻ വെക്കുന്നു. ആൻഡ് എൻറ്റേഴ്സ് ദ ഷോപ്പ് ടു കളക്ട് സം പൊട്ടാറ്റോസ്. എന്നിട്ട് കടയിലേക്ക് കയറി കുറച്ച് പൊട്ടാറ്റോസ് ശേഖരിക്കാൻ ശ്രമിക്കുന്നു. എ ജങ്ക് കളക്ടർ ടേക്സ് അവേ ദ ബാഗ് ഓഫ് ഷൂസ് തിങ്കിങ് ഇറ്റ് ഇസ് ജങ്ക്. ഇതിനിടയ്ക്ക് ഒരു ജങ്ക് കളക്ടർ വന്ന് ഷൂസ് അടങ്ങുന്ന ബാഗ് ജങ്ക് ആണെന്ന് കരുതി എടുത്തുകൊണ്ട് പോകുന്നു. അലി സെർച്ചസ് ഫോർ ദ ബാഗ്. വെജിറ്റബിൾ ബോക്സസ് ടംബിൾ, വെജിറ്റബിൾ സ്കാറ്റർ ഓൺ ദ ഫ്ലോർ. അലി വന്ന ഷൂസ് അടങ്ങുന്ന ബാഗിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. ആ ശ്രമത്തിൽ വെജിറ്റബിൾ ബോക്സ് തലകീഴായി മറിഞ്ഞു വീഴുന്നു. വെജിറ്റബിൾസ് എല്ലാം തന്നെ തറയിൽ ചിതറിത്തെറിക്കുന്നു. അക്ബർ ദ ഷോപ്പ് കീപ്പർ ചേസസ് അലി അവേ. കട ഉടമ അക്ബർ അലിയെ അവിടെ നിന്ന് ഓടിക്കുന്നു. ഇതാണ് സംഭവങ്ങളുടെ ഒരു ഓർഡർ. Now the assignment. After losing his sister's shoes, Ali became extremely sad and depressed. തൻ്റെ സഹോദരിയുടെ ഷൂസ് നഷ്ടപ്പെട്ട ശേഷം അലി വളരെയധികം ദുഃഖിതനും നിരാശനുമായി. On the way back home, he met his friend and they engaged in a conversation. അങ്ങനെ ദുഃഖത്തോടെ വീട്ടിലേക്ക് പോകും വഴി അവൻ തൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അവർ തമ്മിൽ സംഭാഷണത്തിലേർപ്പെട്ടു. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ. അവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിൽ ഒരു കോൺവെർസേഷൻ എഴുതി തയ്യാറാക്കുക. ഇതാണ് അസൈൻമെൻറ്റ്. ആദ്യം സുഹൃത്ത്. ഹായ് അലി, ഹൗ ആർ യു? യു ലുക്ക് സോ ഗ്ലൂമി, വാട്ട് ഹാപ്പൻഡ്? അലി, നീ വളരെ ദുഃഖിതനായി കാണപ്പെടുന്നു. എന്താ സംഭവിച്ചത് സുഹൃത്തെ? അലി, ഐ ആം സിക്ക് അറ്റ് ഹാർട്ട്. I lost my sister's shoes.
അതെ, ഞാൻ മാനസികമായി വലിയ പ്രയാസത്തിലാണ്. എൻ്റെ സഹോദരിയുടെ ഷൂസ് നഷ്ടപ്പെട്ടു. സിക്ക് അറ്റ് ഹാർട്ട് എന്നുള്ളത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. സാഡ് ആൻഡ് ഡിപ്രസ്ഡ് എന്നർത്ഥം. ഞാൻ ദുഃഖിതനും നിരാശനുമാണ്. ഫ്രണ്ട്, വേർ ഡിഡ് യു ലൂസ് ദം മൈ ഫ്രണ്ട്? സുഹൃത്തെ, എവിടെയാണ് അത് നഷ്ടപ്പെട്ടത്? ആലി, ഐ ലോസ് ദം ഇൻ അക്ബർ അക്കാസ് വെജിറ്റബിൾ ഷോപ്പ്. അക്ബർ അക്കയുടെ വെജിറ്റബിൾ കടയിലാണ് അത് നഷ്ടമായത്. ഫ്രണ്ട്, യു ഹാഡ് കെപ്റ്റ് ദ ഷൂസ് ഔട്ട്സൈഡ് ബിഫോർ എൻറ്ററിങ് ദ ഷോപ്പ്, ഹാഡിൻറ്റ് യു? നീ കടയിലേക്ക് പ്രവേശിക്കും മുമ്പ് ഷൂസ് കടയുടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? അങ്ങനെയല്ലേ ചെയ്തത്? ആലി, യെസ്, എക്സാക്ട്ലി. അതെ, തീർച്ചയായും അങ്ങനെയാണ് ചെയ്തത്. ഐ ഹാഡ് കെപ്റ്റ് ദം ഇൻ എ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 വെജിറ്റബിൾ ബോക്സസ്. അവിടെ ഉണ്ടായിരുന്ന 2 വെജിറ്റബിൾ ബോക്സുകൾക്ക് ഇടയിലെ ഒരു ഗ്യാപ്പിലാണ് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്, ദെൻ സംബഡി എൽസ് ഹാസ് കം ദർ, ഹാവൻറ്റ് ദേ? എങ്കിൽ അവിടെ മറ്റാരെങ്കിലും വന്നിരുന്നോ? വന്നിട്ടില്ലേ? ആലി, യെസ്, എ ജങ്ക് കളക്ടർ കെയിം ദർ ആൻഡ് പിക്ക് ജങ്ക്. അതെ, ഒരു ജങ്ക് കളക്ടർ അവിടെ വന്നിരുന്നു. അദ്ദേഹം വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയി. ഫ്രണ്ട്, ഹൂ, ഐ സീ. ഹി മസ്റ്റ് ഹാവ് ടേക്കൻ യുവർ ബാഗ് ഓഫ് ഷൂസ്. ടേക്കിംഗ് ഇറ്റ് ഈസ് ഫോർ ജങ്ക്. നിന്റെ ഷൂസ് അടങ്ങുന്ന ബാഗ് ജങ്ക് ആണെന്ന് കരുതി അദ്ദേഹം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകും. ആലി, യെസ്, ദർ ഇസ് എ ഗുഡ് ചാൻസ് ഫോർ ഇറ്റ്. അതിന് നല്ല സാധ്യതയുണ്ട്. വാട്ട് ഷാൽ വി ഡു നൗ? ഇനി നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഫ്രണ്ട്, ഡോണ്ട് വറി, ഐ നോ ഹിം. വി ക്യാൻ ഗോ ടു ഹിസ് ഹൗസ് ആൻഡ് ആസ്ക് ഹിം എബൌട്ട് ഇറ്റ്. നീ വിഷമിക്കണ്ട, എനിക്ക് അദ്ദേഹത്തെ അറിയാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചോദിക്കാം. ആലി, വി ഹാഡ് ബെറ്റർ ഗോ നൗ ഇറ്റ് സെൽഫ്. എങ്കിൽ നമുക്കിപ്പോൾ തന്നെ പോകാം, അതാ നല്ലത്. താങ്ക്സ് എ ലോട്ട് മൈ ഡിയർ. ഒരുപാട് നന്ദി സുഹൃത്തെ. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും. ഈ തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ് ഫോർ എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.